പാണനാർ. നിയോ ക്ലാസിക് പ്രസ്ഥാനം വാട്ടിക്കളഞ്ഞ മലയാള സാഹിത്യത്തിന് ഭാവഗാനങ്ങളുടെ മൃതസഞ്ജീവനിയുമായി എത്തിയ കവികളിൽ പ്രധാനിയായിരുന്നു ജി. ശങ്കരക്കുറുപ്പ്. പ്രസാദം, ലാളിത്യം, ആർജവം തുടങ്ങിയ വള്ളത്തോൾ കവിതകളുടെ ഗുണങ്ങളെല്ലാം തന്നെ ജി. ശങ്കരക്കുറുപ്പിൻ്റെ കവിതകളിൽ പരിപാകമായി തീരുന്നത് കാണാം. ഇത്രയേറെ വിമർശിക്കപ്പെടുകയും ആദരിക്കപ്പെടുകയും ചെയ്ത ഒരു കവി മലയാളത്തിൽ വേറെയുണ്ടാവില്ല. ജിയുടെ കാവ്യജീവിതത്തെ 3 ഘട്ടങ്ങളായി തിരിച്ചാൽ അന്തർവ്യക്തിത്വം വ്യക്തമാക്കപ്പെടുന്ന കവിതകൾ ആദ്യ വിഭാഗത്തിലും ബഹിർവ്യക്തിത്വം സ്ഫുരിക്കുന്നവ 2ാം വിഭാഗത്തിലും പെടുത്താം. ഈ 2 വ്യക്തിത്വങ്ങളും സമന്വയിക്കപ്പെടുന്ന 3ാം വിഭാഗത്തിൽപ്പെടുത്തുന്ന കവിതകളുമുണ്ട്. ഈ 3ാം വിഭാഗത്തിൽപ്പെടുന്ന കവിതകളാണ് വിശ്വദർശനം, ശിവതാണ്ഡവം, ജീവനസംഗീതം, നിമിഷം, പാണനാർ, പെരുന്തച്ചൻ, ചന്ദനക്കെട്ടിൽ തുടങ്ങിയവ. ഇവയിൽ പാണനാർ, പെരുന്തച്ചൻ, ചന്ദനക്കെട്ടിൽ തുടങ്ങിയവ ആഖ്യാന കവിതകൾ എന്ന് വിശേഷിപ്പിക്കപ്പെടാവുന്നതാണ്. ഓരോ വ്യക്തിയുടെയും അബോധമനസ്സ് അവൻ ഉൾക്കൊള്ളുന്ന സമൂഹത്തിൻ്റെ അബോധമനസ്സിൻ്റെ ഭാഗം തന്നെയാണ്. ഓരോ നാടിൻ്റെയും സമൂഹത്തിൻ്റെയും വിശ്വാസവും പാരമ്പര്യവും ആഗ്രഹങ്ങളുടെ ആദിപ്രരൂപങ്ങളെ സൃഷ്ടിക്കുന്നു. ഭാരതീയരുടെ ഒരു ആദിപ്രരൂപ സങ്കല്പമാണ് ശിവൻ. മലയാളികളുടെ തനതായ ആദിപ്രരൂപങ്ങളാണ് പാണനാർ, മഹാബലി, നാറാണത്ത് ഭ്രാന്തൻ, പാക്കനാർ, പെരുന്തച്ചൻ തുടങ്ങിയവർ. പാണനാർ എന്ന ആദിപ്രരൂപ സങ്കല്പം ജി എന്ന കവിയെ ഉന്നിദ്രമാക്കിയപ്പോൾ അത് കവിതയായി വാർന്നൊഴുകി. പാണനാരുടെ പാട്ട് എല്ലാ സംഗീതത്തിൻ്റെയും മേളമായും പാണനാരുടെ ഉടുക്ക് എല്ലാ താളങ്ങളുടെയും ഉറവിടമായും മലയാളികൾ കാണുന്നു. ഈ വിശ്വാസത്തെ തേച്ചുമിനുക്കി ഒരു പഴങ്കഥയുടെ പശ്ചാത്തലത്തിൽ അവതരിപ്പിച്ചിരിക്കുകയാണ് ജി. പണ്ടൊരിക്കൽ ദേവന്മാർ സുഖഭോഗങ്ങളിൽ മുഴുകി അലസന്മാരായി. അസ്വസ്ഥമായ ലോകത്തിൽ കലഹങ്ങളുണ്ടാക്കാൻ ശാന്തി നഷ്ടപ്പെട്ട മുനിവരൻ അലഞ്ഞു നടന്നു. ദേവന്മാരുടെ അഹംഭാവം മൂലം പ്രപഞ്ചത്തിൻ്റെ ചൈതന്യം മുഴുവൻ നഷ്ടപ്പെട്ടു. ചൈതന്യം നഷ്ടപ്പെട്ട പ്രപഞ്ചത്തിന് വേദങ്ങളുടെ ആവശ്യം ഇല്ലാതായി. വിശ്വാത്മാവ് മറയ്ക്കുള്ളിൽ പുതച്ചുറങ്ങി. അനാദി ചൈതന്യം നഷ്ടമായ ലോകം വെറും ജഡമായി തീർന്നു. അനിവാര്യമായ പ്രളയം പോലും സംഭവിച്ചില്ല. ബ്രഹ്മാണ്ടത്തിൻ്റെ മൗഢ്യം പ്രപഞ്ചാത്മാവിനെയും ബാധിച്ചു. ദേവൻ പ്രളയത്തിൻ്റെ വക്കത്തിരുന്ന് ഉറക്കം തൂങ്ങിപ്പോയി. പരിഭ്രാന്തനായ ബ്രഹ്മാവ് പ്രപഞ്ചാത്മാവിനെ ഉണർത്താൻ എല്ലാ ദേവകളോടും കൽപ്പിച്ചു. ദിക്കെങ്ങും നടുങ്ങുമാർ ഉച്ചത്തിൽ കൊടുങ്കാറ്റ് സ്തവങ്ങൾ പാടി. കടലുകൾ സ്വർഗത്തെപ്പോലും തട്ടിക്കുമാറ് പടഹങ്ങൾ കൊട്ടി പ്രപഞ്ചാത്മാവിനെ പുകഴ്ത്തി. യാമിനി തൻ്റെ എല്ലാ തിരികളും കൊളുത്തിവെച്ച് ഭൂമിദേവി അരികിൽ പോയി നിന്ന് കുലുക്കി വിളിച്ചു. ശ്രീദേവി ഖണ്ഡമിടറിക്കൊണ്ട് പ്രാണനാഥനെ വിളിച്ചു കരഞ്ഞു. പക്ഷേ പരമപുരുഷൻ മിഴി തുറന്നില്ല. അപ്പോഴാണ് ആസന്നമായിരിക്കുന്ന വിശ്വക്ഷയത്തിന് പരിഹാരം കാണാൻ തിരുവരങ്ങത്തെ വരകവിക്ക് മാത്രമേ കഴിയൂ എന്ന് വാണീദേവി അരുളി ചെയ്തത്. സൃഷ്ടിയുടെയും സ്ഥിതിയുടെയും താളങ്ങൾ ലയിച്ചു ചേർന്നിരിക്കുന്ന ഒരു കവിയുടെ വിരലുകളാൽ കടുംതുടിയുടെ ഹൃദയത്തിൽ നിന്നും നാദങ്ങൾ ഉയരുമ്പോൾ പ്രപഞ്ചത്തിൽ നിന്ന് രജസും തമസും അകന്നു പോകും. വാണി ഭഗവതിയുടെ നിർദ്ദേശാനുസരണം വിരിഞ്ചൻ തിരുവരങ്ങത്തെ പഴം പാണനാരെ വരുത്തി. പാണനാർ തൻ്റെ കടുംതുടി കൊട്ടി പ്രപഞ്ചാത്മാവിൻ്റെ തിരുനടയ്ക്കൽ ഉച്ചത്തിൽ മധുരമായി പാടി. ഈരേഴ് 14 ലോകങ്ങളെയും പ്രബുദ്ധമാക്കിയ ആ രാഗത്തിൻ്റെ ശ്രവണമാത്രയിൽ വിശ്വാത്മാവ് ഉയർത്തെഴുന്നേറ്റ് കവിയെ അനുഗ്രഹിച്ചു. വിശ്വത്തിൻ്റെ ഹൃദയം വിടർന്നു. സൃഷ്ടിയുടെ ആമോദം പടർപ്പുകളിലെങ്ങും പടർന്നു. എല്ലാ ചരാചരങ്ങളും നാദങ്ങളാലും മൃദുസ്പർശങ്ങളാലും അവിടുത്തെ പല്ലവി ആലപിക്കാൻ തുടങ്ങി. ഇത്രയും പഴങ്കഥ. പ്രകൃതിയെ കറവപ്പയ്യാക്കി മൂക്കിൻ കയറിട്ടു നിർത്തിയിരിക്കുന്ന ഗോളാന്തര യാത്രയ്ക്ക് കോപ്പുകൂട്ടുന്ന ഈ യുഗത്തിൽ നരനിലെ ദേവൻ ഉറങ്ങുകയാണ്. അവൻ ഭയങ്കര വിനാശത്തിൻ്റെ കിനാവ് കാണുന്നു. ഈ ഭയവും ശങ്കയും ഇല്ലാതാക്കാൻ നരനിലെ സ്നേഹസ്വരൂപനാകിയ പരമപുരുഷനെ ഉണർത്താൻ യുഗോദയ രാഗവീചികളാൽ കടുംതുടി കൊട്ടിപ്പാടാൻ വീണ്ടും തിരുവരങ്ങത്തെ പഴം പാണനാരെ വിളിക്കുമ്പോൾ കവിത അവസാനിക്കുന്നു. സ്വാതന്ത്ര്യം, ബർഹരാഹിത്യം, സ്ഥിതി സമത്വം
എന്നിവയാണ് ജിയുടെ രാഷ്ട്രീയ സങ്കല്പം. തന്നിലെ അസ്തിക്യബോധം ഈ രാഷ്ട്രീയ സങ്കല്പത്തോട് സമന്വയിക്കുന്ന കാഴ്ചയാണ് ഈ കവിതയിൽ കാണാവുന്നത്. സമൂഹമനസ്സിൽ ഉടക്കിക്കിടക്കുന്ന സ്നേഹത്തിൻ്റെ പരമ്പൊരുളിനെ ദർശിക്കാനും ആ ശക്തിയെ വിളിച്ചുണർത്തുന്നതിൽ കവി സാഫല്യം കണ്ടെത്താനും അദ്ദേഹം ശ്രമിക്കുന്നു. കാലത്തിൻ്റെ നടുമുറി തന്നെയാണ് കവിയുടെ ഉടുക്ക്. അത് കൊട്ടിപ്പാടുന്ന കവിക്ക് ഈശ്വരൻ സമൂഹമനസ്സിൽ ഉറങ്ങിക്കിടക്കുന്ന സ്നേഹം തന്നെയാണ്. എന്തിലുമുപരി മനുഷ്യമഹത്വത്തിൻ്റെ കവിയാണ് ജി. എവിടെ ദേവന്മാർ പരാജിതരായോ അവിടെ പാണനാർ വിജയിയായി എന്ന് പറയുമ്പോൾ മനുഷ്യശക്തിയെ ഉദ്ഘോഷിക്കുകയാണ് കവി. പ്രപഞ്ചത്തെ ഒരു സംഗീതധാരയായി കൽപ്പിക്കുമ്പോഴും ഭൂമിയാണതിൻ്റെ കേന്ദ്രം എന്നത് ഏറെ ശ്രദ്ധേയമാണ്. മലയാളികളുടെ ഒരു നാടൻ ആദിപ്രരൂപ സങ്കല്പത്തെ ബ്രഹ്മാണ്ഡത്തിൻ്റെ അതിരുകളോളം ഉയർത്തിയെടുക്കുന്ന ഒരു വിശ്വമാനവ സ്വഭാവം പാണനാരിൽ കാണാം. പ്രപഞ്ചത്തിൻ്റെ തേജോഗോളങ്ങളോടുപോലും സാഹിത്യം പ്രഖ്യാപിക്കുന്ന ഭാവന ജിയിലുണ്ട്. കാലത്തിൻ്റെ നടുമുറിയുടെ ഒരറ്റത്ത് സൂര്യനെയും മറ്റേയറ്റത്ത് ചന്ദ്രനെയും രാവും പകലുമാകുന്ന നൂലിൽ കൊരുക്കുന്നു. ത്രിസന്ധ്യകൾ തൊങ്ങലുകളായി വെളിച്ചത്തിൻ്റെ നൂലാൽ കൊരുത്തിട്ട നക്ഷത്ര അലക്കുകൾ അതിൽ കിടന്നാടി. പ്രപഞ്ചവിസ്തൃതിയുള്ള ഭാവന. ജിക്കല്ലാതെ ഇങ്ങനെ ഒരു തുടി പാണനാരുടെ കയ്യിൽ കൊടുക്കാൻ കഴിയുമായിരുന്നില്ല.